ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ത്രെഡ്സ് ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഡഡ് സാറ്റിൻ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകളും നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ സ്റ്റിച്ചുകളും സ്റ്റിച്ച് ബോർഡിൽ ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളതൊരു മോട്ടിഫിലേക്ക് ചെയ്ത് നോക്കുക. ചെയ്ത മോട്ടിഫുകളൊക്കെ നിങ്ങൾ റെക്കോർഡിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. കമൻറ്റിൽ ചോദിക്കണവർക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഞാൻ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ എല്ലാ സ്റ്റിച്ചുകളും ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചുകളും 3 ഇഴ നൂല് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്യുന്നത് 6 ഇഴ നൂല് എടുത്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ഇഴ നൂലെടുത്ത് ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ബോർഡിൽ ലൈനൊക്കെ വരച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാനിതിൽ ലൈനൊന്നും വരച്ചിട്ടില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ താഴെ നിന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ കുത്തി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തെ ത്രെഡ് നമ്മൾ സൂചി കൊണ്ട് ഒരു ചുറ്റാം. ഇത് ഞാൻ ഒരു ചുറ്റി എടുക്കുന്ന രീതിയിലുള്ള ഫ്രഞ്ച് നോട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു ചുറ്റിയിട്ട് സൂചി നമ്മൾ ആദ്യം കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ താഴേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു മുട്ട് പോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ സൂചി താഴെ മുകളിലേക്ക് എടുക്കാം. ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് സൂചി കൊണ്ട് ഒരു ചുറ്റാം. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയതില്ലേ, ആദ്യം നമ്മൾ സൂചി കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്ത് സെയിം ഹോളിലല്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് സൂചി കുത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പിടിച്ച ത്രെഡ് ഒന്ന് വലിച്ച് പിടിച്ചാൽ മതി. അധികം ടൈറ്റാക്കി പിടിക്കരുത്, ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിക്കുക. എന്നിട്ട് മെല്ലെ താഴേക്ക് ഇറക്കി വലിച്ച് ടൈറ്റാക്കുക കേട്ടോ. കണ്ടില്ലേ, കാണിച്ചു തരാം. വലിച്ച് ടൈറ്റ് ആക്കുന്ന സമയത്ത് ത്രെഡ് കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വലിക്കുക. താഴെ ഭാഗത്തൊക്കെ കെട്ട് വീഴാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വലിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ 6 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ത്രെഡ് ഇങ്ങനെ ചില ത്രെഡൊക്കെ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ ഓരോ ലെയേഴ്സൊക്കെ വിട്ട് നിൽക്കും. അപ്പോൾ നമുക്കതൊരു ജോയിൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ പിടിക്കുന്ന ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഉണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നിൽക്കാൻ വേണ്ടിയില്ല, ഇങ്ങനെ ഓരോ ലെയേഴ്സ് നമുക്കിങ്ങനെ വിട്ട് കാണും. അപ്പം നമ്മളിങ്ങനെ സൂചി കുത്തിയെടുത്തിട്ട് പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് ചുറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കുത്തിയതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒന്ന് കുത്തി താഴേക്ക് വലിച്ച് എടുക്കുക. അധികം ടൈറ്റാക്കി വലിക്കരുത്, നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാതെ ആവും. ഇങ്ങനെയാണ് നമ്മൾ സിംഗിളായിട്ട്, അതായത് ഒരു തവണ നമ്മൾ ചുറ്റുന്ന സമയത്ത് കിട്ടുന്ന ഫ്രഞ്ച് നോട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ചെറിയ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് സൂചിയിൽ ചുറ്റുക, താഴേക്ക് കുത്തി കൊടുക്കുക. വലിച്ച് ഫുള്ളായിട്ട് വലിക്കുന്ന വരെ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ പിടിച്ചത് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ.
ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ 2 കൈ യൂസ് ചെയ്തിട്ട് നമുക്കത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സ്റ്റാൻഡ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ്, കാരണം നമുക്ക് 2 കൈ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഈ ഒരു സ്റ്റിച്ചുകളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി വൃത്തിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു തവണ ചുറ്റി എടുക്കുമ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു സൈസും ഷേപ്പും ഒക്കെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഒന്ന് 2 തവണ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഫസ്റ്റത്തെ തവണ ഒക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ബഡിൻ്റെ ഷേപ്പിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ 1-2 തവണ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തത് സിംഗിൾ ആയിട്ടുള്ള ചുറ്റലിൽ വന്നിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ്. നമുക്ക് 2 തവണ ചുറ്റുമ്പോൾ എങ്ങനെയാണ് വരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഞാൻ നൂലൊന്നും കട്ട് ചെയ്യുന്നില്ല, അതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഞാൻ കാണിച്ച് തരുന്നത്. അങ്ങനെ ഞാൻ സൂചി താഴെ നിന്ന് കുത്തുമുള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. നേരത്തെ പറയുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. 2 തവണ ചുറ്റുന്ന സമയത്ത് ചുറ്റലധികം ടൈറ്റ് ആവരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തൊട്ട് താഴെ നമ്മൾ ആദ്യം കുത്തിവെക്കേണ്ട തൊട്ടടുത്തായിട്ട് സൂചി താഴേക്ക് കുത്തി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ചുറ്റൽ ചുറ്റുക. നമ്മൾ ആദ്യം സൂചി കുത്തിയതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും നമ്മൾ സൂചി കുത്തി താഴേക്ക് നോർമൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 ചുറ്റിലൊക്കെയാണ് ഫ്രഞ്ച് നോട്ട് സാധാരണ നമ്മൾ ചെയ്യുക. പിന്നെ ചെറിയ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള ചുറ്റലിലുള്ള ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാം കേട്ടോ. മറ്റു നോർമലി നമ്മൾ ചെയ്യുന്ന ഫ്രഞ്ച് നോട്ടിലൊക്കെ 2 തവണ ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഫ്ലവറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 2 ചുറ്റലിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെയാണ് രണ്ടാമത്തെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ നോർമലി ഈ ഒരു രീതിയിലാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാറുള്ളത്. 3 പ്രാവശ്യം ചുറ്റിയെടുക്കുന്ന ഫ്രഞ്ച് നോട്ട് ഞാൻ അധികം ചെയ്യാറില്ല, ഞാൻ കാണിച്ചു തരാം. നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ 3 തവണ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അതാവുമ്പോൾ വല്ലാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. നമുക്ക് ത്രെഡിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ 6 ലെയർ എന്നുള്ളതൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 12 സ്ട്രാൻഡ്സ് വരെയൊക്കെ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് എടുക്കാൻ പറ്റും. 12 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരൊറ്റ തവണ ചുറ്റിയാൽ മതി. ഒരു തവണ ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ഫ്രഞ്ച് നോട്ട് നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് 3 ചുറ്റലിൽ വരുന്ന ഫ്രഞ്ച് നോട്ട് വരുന്നത് കേട്ടോ.
ചുറ്റി താഴേക്ക് കുത്തുന്ന സമയത്തും അതേപോലെ സൂചി ഒരുപാട് ടൈറ്റാക്കി ചുറ്റാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. താഴേക്ക് വലിക്കുന്ന സമയത്തും ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിക്കാതെ നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്നത്, അതായത് ഈ ഒരു ഷേപ്പ് വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ കൈയൊന്ന് വെച്ച് ത്രെഡ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് വരുന്നത്. നമുക്കിനി ഫ്രഞ്ച് നോട്ടിൽ ഒരു മോട്ടീവ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഫ്രഞ്ച് നോട്ട് വന്ന് വീഴുന്നത് കറക്റ്റായിട്ട് വരുള്ളൂ. 1-2 തവണ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ എന്തായാലും പറ്റൂട്ടോ. അതുകൊണ്ട് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ചെയ്യുന്ന സമയത്ത് 6 സ്ട്രാൻഡ്സ് ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു ചുറ്റലും ചെയ്ത് നോക്കാം, 2 ചുറ്റലും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഒരു ചുറ്റൽ ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തത് 2 ചുറ്റലും കൂടി ചെയ്തിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ത്രെഡ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ തെറിച്ച് നിൽക്കില്ല. 6 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓരോ ലെയർ ത്രെഡ് ചിലപ്പോൾ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ വിട്ട് നിൽക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കഴിയുന്ന സമയത്തും ഈ നോട്ടിൻ്റെ സൈഡിൽ ഈ ഒരു ഓരോ നോട്ടിലും ചിലപ്പോൾ ഇങ്ങനെ ആ ത്രെഡ് ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് പോലെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഒരേപോലെ നമുക്ക് ഈ ത്രെഡ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മോട്ടീവ് കൂടി ചെയ്തെടുക്കാം. ഈ ഒരു പിക്ചറാണ് ഞാൻ മോട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ പിക്ചറിൽ ഞാൻ ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് മാത്രമാണ് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത്. ബാക്കി ഭാഗത്തൊക്കെ ഞാൻ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ബോർഡറിലൊക്കെ ഞാൻ കൊടുത്തത് ബാക്ക് സ്റ്റിച്ചാണ്. അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇതൊക്കെയാണ് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബോർഡറിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ചുറ്റിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഈ ത്രെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതിങ്ങനെ വിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ ലെയറും കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം ജോയിൻ്റ് ആയിട്ട് നിൽക്കും, കണ്ടില്ലേ. എന്നിട്ട് നമ്മളൊന്ന് 2 ചുറ്റൽ ചുറ്റുക. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. സൂചി കുത്തി താഴേക്ക് ഇറക്കുക. നല്ല ഫിനിഷായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്തത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. മുകളിലൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ ബോർഡർ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തടുത്തായിട്ട് അധികം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൂചി കുത്തിയെടുക്കുക കേട്ടോ. ഇനി വലിക്കുന്ന സമയത്തൊക്കെ കെട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമ്മളിത് ഓരോ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിട്ടൊന്നും കൊടുക്കുന്നില്ല താഴെ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും കെട്ടില്ലാതെ സ്ലോ ആയിട്ട് വലിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ.
ഹാർട്ട് ഷേപ്പ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു ഷേപ്പിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മോട്ടിഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ആ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മോട്ടിഫ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. ഞാനതൊന്ന് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലുള്ള സ്റ്റിച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് കിട്ടൂല. ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് നമ്മുടെ മോട്ടിഫിൻ്റെ. നല്ല ഭംഗിയിൽ നല്ല തിക്കായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലുള്ള മോട്ടിഫുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അതിന് മുൻപ് നിങ്ങൾ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്